ഹേയ് ഗായ്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം. അതും കുക്കറിൽ. സ്റ്റൗ കത്തിച്ച് കുക്കർ ഞാൻ വെച്ച് ഇതിലോട്ട് അത്യാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 10 സെക്കൻഡ് നമുക്ക് വേവിച്ചതിന് ശേഷം കുറച്ച് പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും ചേർക്കാം. സവാളയ്ക്ക് പകരം 15-20 ചെറിയുള്ളിയും കൂടി ചേർത്താൽ ടേസ്റ്റ് ഉഗ്രനായിരിക്കും. വേണമെങ്കിൽ സവാളയും ഉള്ളിയും കൂടി ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യോജിപ്പിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് നല്ലപോലെ ഇളക്കണം. ഓർക്കുക, കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂണും ഇട്ടാൽ മതി. അല്ലെങ്കിൽ നല്ല എരിയായിരിക്കും. ഇനിയിപ്പോൾ സെറ്റായി വരുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ച കൂന്തലും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് നേരം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്താതെ ഇളക്കിക്കോ. ഇപ്പോൾ ഇതാ പതുപതാന്ന് തിളക്കാൻ തുടങ്ങി. ഇനി നമുക്ക് കുക്കർ അടക്കണം. പക്ഷെ അതിന് മുന്നേ വെള്ളമില്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ സിമ്മിലാക്കി വെച്ചിട്ട് 3 വിസിൽ ലോ ഫ്ലെയിമിൽ. ഇനി കുക്കർ ഓഫ് ചെയ്ത് ആവിയൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്ത് ആവി പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പം വെള്ളം ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി തീ കത്തിച്ച് വറ്റിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ മതിയെങ്കിൽ അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പം ഞാൻ നല്ലപോലെ ഒന്നും കൂടി ഇരുന്ന് വറ്റിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ഫ്രഷ് ആയിട്ട് പൊടിച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ടൊരു 10-15 മിനിറ്റിന് ശേഷം ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാർ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. കൂടുതൽ വീഡിയോസ് കാണാനും ഞങ്ങളുടെ കൂട്ടുകൂടാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അപർണ.